എൻ്റെ കയ്യിലെ മൈലാഞ്ചി കണ്ടിട്ട് ചെറിയതിനും വേണമെന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് ഇടിയിപ്പിച്ചതാണ് കേട്ടോ. പക്ഷേ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇട്ടേന്ന് മാത്രം. അപ്പോൾ അവിയലിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയത് അവിയൽ നല്ല പോലെ വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ റെസിപ്പി ചോദിക്കേണ്ട, ഞാൻ റെസിപ്പി എടുത്തിട്ടില്ല. ഇന്ന് ചെറിയതും പിള്ളേരൊക്കെ ഉച്ചക്ക് തിരിച്ച് പോകുവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞ അവിയൽ വെച്ച് തന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിയുന്ന സമയത്തിന് ഞാൻ വേഗം തേങ്ങ ചിരണ്ടി എടുത്ത് അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ ഷടപടയെന്ന് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഷെഡിൻ്റെ തൊട്ടടുത്തായിട്ട് മാങ്ങ കുറേ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. കുറച്ച് പുളിയുള്ള മാങ്ങയാണ്, എന്നാലും അച്ചാറിടാലോ എന്നും പറഞ്ഞ് ഞാൻ ദേ കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് അച്ചാറിടാൻ മാങ്ങ പറത്തുന്നത് നമ്മുടെ സ്വന്തം സച്ചുവാണ്. ഇതേ നമ്മുടെ സ്വന്തം മരത്തിന്നാണ്, ഞാൻ കാണിച്ചു തരാം. അയ്യോ കാണുന്നില്ല. ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. സച്ചു വേഗം തന്നെ ആ മാങ്ങ അതേ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് ഇത് എല്ലാവരും കൂടി ഇരുന്ന് നല്ല തീറ്റയായിരുന്നു കേട്ടോ. അസുവാക്കാണെങ്കിൽ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. മൂത്ത നാത്തൂൻ അന്നത്തെ ദിവസം തന്നെ രാവിലെ 6 മണിക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചെറിയതിനും വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മ ചെറിയതിനും കൂടെ കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവരിതേ പോയി. 2 ദിവസവും കൂടെയൊക്കെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇവർക്കൊക്കെ പരീക്ഷ അതിൻ്റെ ഇടക്ക് കൊണ്ട് വെച്ചേക്കുമല്ലേ. അപ്പം പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പോയ സങ്കടത്തിലാണ് ഗൈസ്, ഫ്രണ്ട് പോയ സങ്കടത്തിലാണ് ഇവള്. ഇവിടെ വന്നാൽ അല്ലുവിൻ്റെ ഉറ്റ സുഹൃത്താണ് കേട്ടോ നിന്നത്. അപ്പോൾ അല്ലു പോയ സങ്കടത്തിലാണ് അവള്. അങ്ങനെ ഞാൻ വേഗം തന്നെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കി. പക്ഷെ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ട് ചോറ് കഴിക്കുകയാണ്. അവിയലുണ്ടായിരുന്നു, പിന്നെ തലേ ദിവസം വെച്ച പാവക്കാത്തിയൽ, പിന്നെ അച്ചാറും കൂടെ കൂട്ടി നല്ല രീതിക്ക് വയറ് നിറച്ച് കഴിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫവാസ് വന്ന് വീട് പണി എവിടെ വരെ ആയി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ചോറ് കഴിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട, കഴിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞു. എന്താണ് ഗൈസ്, മറ്റവൻ ആദ്യം കാറും കൊണ്ടുവന്നു. അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ കാറും കൊണ്ട് വന്നിട്ട് അമ്മക്ക് ഈ വണ്ടിയിൽ പോവാണ്. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ അമ്മക്ക് ആ വണ്ടിയിൽ പോവാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ പാർക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ മുറ്റത്ത് ആദ്യമായിട്ട് പാർക്ക് ചെയ്യുന്ന കാർ ഇതല്ല, ഫവാസിൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഇതിടാൻ പോകണം. ഈ കുട്ടിമണീസ് നമ്മുടെ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ എന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നിന്ന്. നല്ല അടിപൊളി കോഫി കിട്ടും കേട്ടോ നെസ്റ്റോയിൽ, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എന്തൊക്കെയോ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ കുറേശ്ശെ വാങ്ങി തിന്ന്. പെരുന്നാളിന് കയറിയതാണല്ലോ ഇവൾ ഈ ഡ്രസ്സിൻ്റെ അകത്ത്. ഇതുവരെ ഇവർക്ക് ഇറങ്ങാൻ ടൈം ആയില്ലേ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടത്. ഈ ഇടലും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കഴുകി എവിടെയെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട്. പാത്രങ്ങളുടെ സെക്ഷനിൽ പോകുന്നത് എനിക്കൊരു ഹരമാണ്. എല്ലാം ഹൗസ് വാമിങ് എടുക്കുമ്പോൾ വേണം വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം പേജായ ക്ലോത്തിങ് സ്റ്റോറിയിൽ സെയിൽ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ നേരെ എന്നത് സെറ്റഫിലിൻ്റെ ഈ ഒരു ഏരിയയിലേക്കാണ്. അവിടെ നമ്മൾ കുഞ്ഞുമണീനെ ബ്രെയിൻ വാഷ് ചെയ്ത് സ്കിൻ കെയറിനുള്ള 10,000-3000 സാധനങ്ങളാണ് ഗൈസ് പാവം വാങ്ങിച്ചത്. അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് ഈ ഒരു ബോക്സ്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത നല്ല റിസൾട്ടും കിട്ടും. ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പെട്ടി നമുക്ക് ഫ്രീ കിട്ടിയത്. അത് സന്തോഷപൂർവ്വം കുഞ്ഞുമണി എന്നെ ഏൽപ്പിച്ചതല്ല, ഞാൻ അടിച്ചു മാറ്റിയതാണ്. എന്നിട്ട് ഇവരിതേ മസാജൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്കാണ് പോയത്.